അറിഞ്ഞൂടാ, നല്ല ഫോട്ടോഗ്രാഫറാണ്, നല്ല ചിത്രകാരിയാണ്. അവളുടെ കല്യാണത്തിന് 10,000-കണക്കിന് ആള് പങ്കെടുത്തിരുന്നു. വിളിച്ചവരും വിളിക്കാത്തവരും. മമ്മൂട്ടിന്റെ മോളെ കല്യാണമല്ലേ, സകല ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ 10,000-കണക്കിന് ആളുകളിൽ ഏറ്റവും സുന്ദരൻ മമ്മൂട്ടി തന്നെയാണ്. വരനെ ആരും നോക്കുന്നില്ല, വധുവിനെ ആരും നോക്കുന്നില്ല, ദുൽഖർ അന്ന് സിനിമയിലെത്തില്ല, ഓനെ ആരും നോക്കുന്നില്ല. ശബ്ദ സൗന്ദര്യത്തിന്റെയും ശരീര സൗന്ദര്യത്തിന്റെയും അവസാനത്തെ വാക്കായി ഈ ചങ്ങാതികർ നിൽക്കുമ്പോ, നമ്മളൊക്കെ പഴയ കാലത്ത് ഞാനൊക്കെ 20 വയസ്സുള്ള സ്ഥാനത്ത് 35 വയസ്സുകാരനെ വയസ്സൻ എന്നാണ് കണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, 73 കഴിഞ്ഞ് 74 അദ്ദേഹം നിൽക്കുന്നേരം നമ്മുടെ ആരോഗ്യത്തിന്റെ, നമ്മുടെ സൗന്ദര്യത്തിന്റെ, നമ്മുടെ സൗഭാഗ്യത്തിന്റെ ഒക്കെ പ്രതീകമായി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് മെക്സവിന് കൊടുക്കാനുള്ള മറുപടി നിങ്ങൾക്ക് മാത്രമല്ല, വലിയ പ്രശസ്തർക്ക് മാത്രമല്ല, വലിയ സംവിധാനമുള്ള ആളുകൾ മാത്രമല്ല, വലിയ പൈസക്കാർക്ക് മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരന് പോലും എന്താണ്, ഏറ്റവും വലിയ ചെറുപ്പക്കാരനായ ഞങ്ങൾ ഇത് വാഗ്ദാനം ചെയ്യുന്നു. കൊണ്ടോട്ടയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അവിടെ വലിയ മോയിൻകുട്ടി വൈദ്യരുടെ ഒക്കെ വലിയ സാംസ്കാരിക കേന്ദ്രമായ അവിടെ നിന്ന് ആരംഭിച്ച പ്രിയങ്കരനായ സലാഹുദ്ദീൻ സാർ തുടക്കമിട്ട അതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കടലൂരാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. ഏതായാലും നിസാറിനായ ഞാനാണ് വാസ്തവത്തിൽ അത് ഉദ്ഘാടനം ചെയ്തത്. മാത്രമല്ല, നിങ്ങൾ ഈ വിളിച്ച മുഖ്യ അതിഥികളില് ഒരുപക്ഷെ കുറച്ചുകൂടി ഇവിടെ എന്താ പറയുക, നിങ്ങളോട് ഒരു സൗഹാർദ്ദമല്ല. കാരണം ഞാൻ 1, 2, 3 ദിവസം എന്താണ് ഇതിന്റെ എക്സസൈസ് ചെയ്തിട്ട് ആദ്യഘട്ടത്തിൽ കഷ്ടപ്പെട്ട ഒരാളാണ്. കഷ്ടപ്പാടല്ല, അതൊരു ഘട്ടം കയ്യേണ്ടിയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ദൂരെ ട്രാൻസ്ഫർ ആയി പോയതുകൊണ്ട് മാത്രമാണ് അതിന്റെ കൂട്ടത്തിൽ വരാതിരുന്നത്. കാരണം ഈ വിളിച്ച ഉദ്ഘാടകനെയാണ് ആദ്യം എന്താണ് ചെയ്തത്. ഉദ്ഘാടക പിന്നെയാണ് എക്സസൈസ് ചെയ്തതിന് ശേഷം. പിന്നെ എന്താണ് ഞാൻ പറയാൻ വിചാരിച്ച കാര്യമൊന്നല്ല പിന്നെ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ എന്റെ ശരീരം കൊണ്ട്, എന്റെ മനസ്സുകൊണ്ട് ഇത് ഗംഭീരമായ ഉജ്ജ്വലമായ ഒരു പരിപാടിയാണ്, പ്രോഗ്രാമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എക്സസൈസ് സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ കാര്യമൊക്കെ അവിടെ വിശദീകരിച്ചു. നമുക്ക് ഏറ്റവും വലിയ വയറൊക്കെ കുറയുക മാത്രമല്ല, നമ്മുടെ പലതരത്തില്. കാരണം മെക്സബൻ എന്താ പറയുക, ഈ 7 എന്ന് പറയുന്നത് വല്ലാത്തൊരു മഴവിൽ കൂട്ടായ്മയാണ്, മഴവിൽ സഖ്യമാണത്. 7 നിറങ്ങൾ, 7 സ്വരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വലിയ സൗഭാഗ്യത്തിനുണ്ട്. അപ്പോ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനെ നമ്മൾ വിവരിക്കുക. പക്ഷെ അദ്ദേഹം ആത്മീയ ആചാര്യനൊന്നുമല്ല, അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞത്